സാധേ ഹദ്ദാദിന്റെ മൂന്നാമത്തെ ദിക്ർ വളരെയേറെ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. പ്രത്യേകിച്ച് നമ്മൾ മഗ്‌രിബിന് മുമ്പും സുബഹിക്ക് മുമ്പൊക്കെ സ്ഥിരം ചെല്ലാറുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ദിക്ർ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ മഹത്വം എന്ന് പറഞ്ഞാലോ. ഇൻഷാ അല്ലാഹ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. നാവിന് പ്രയാസമില്ലാത്ത, മീസാനിൽ ഭാരം കിട്ടുന്ന, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാചകങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ ദിക്ർ ഒരാളെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല ആ ചൊല്ലുന്ന വ്യക്തിക്ക് ഒരു കാരക്ക മരം നടുന്നതാണ്. 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ 3 കാരക്ക മരം അല്ലാഹു നടുന്നതാണ്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ദിക്റാണ് ഈ ഹദ്ദാദിൽ നമ്മൾ ചൊല്ലുന്ന, അതുപോലെ മഗ്‌രിബിന് തൊട്ടുമുമ്പായി ചൊല്ലുന്ന ഈ ദിക്ർ. നമുക്ക് പതിവാക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഈ ദിക്ർ നിങ്ങളും പതിവാക്കുകയും മഹത്തമായ ഈ പ്രതിഫലം അല്ലാഹു കരസ്ഥമാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.